എന്തിനാ പൂമാല നിന്നെ അങ്ങ് ചുറ്റിപ്പിടിച്ച മതിയല്ലോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സച്ചി രേവതി അങ്ങനെ റൂമിലേക്ക് കയറി പോവുകയാണ്. അതുപോലെ ശ്രുതിയും ഹാളിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ പായൊക്കെ വിരിക്കുകയാണ് കേട്ടോ അവര്. അപ്പോൾ തന്നെ ശ്രുതി പറയും, അയ്യോ ഇവിടെയൊക്കെ എന്തൊരു ചൂടാ, ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനോട് ഇവിടെ ഒരു AC അല്ലെങ്കിൽ ഫാനൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന്, അതൊന്നും ചെയ്തില്ല, എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ എന്നിങ്ങനെ പറയും കേട്ടോ. എനിക്ക് ചൂടെടുത്താൽ കിടക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും, അപ്പോൾ പാർക്കിൽ പോയിട്ട് എങ്ങനെയാണ് കിടന്നു തുടങ്ങിയത്, അവിടെ AC ഉണ്ടായിരുന്നോ ചോദിക്കും. ശ്രുതി നീയും കൂടി എന്നിങ്ങനെ കളിയാക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയട്ടോ. എന്നിട്ട് ശ്രുതി പറയും, ഒന്ന് സഹിക്ക്, ഇത് അധിക കാലം ഈ റൊട്ടേഷൻ പോവില്ല, എന്തായാലും അടുത്ത ആഴ്ചയാകുമ്പോൾ നമ്മുടെ വർഷയാണ് ഇവിടെ വന്ന് കിടക്കേണ്ടത്, അവളിങ്ങനെ ഈ ചൂട്ടത്തൊന്നും ഈ ഹാളിലൊന്നും വന്ന് കിടക്കില്ല, അവൾ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും എന്നിങ്ങനെ പറയും. അപ്പോൾ രേവതി പറയും, അല്ല നമ്മുടെ ശ്രുതി പറയും, അപ്പം അമ്മ പറയും അവരോട് റൂമിൽ തന്നെ കിടന്നോളാൻ പറയും, സച്ചി രേവതി നമ്മുടെ റൂമിലും കിടക്കും, അപ്പം നമുക്ക് റൂമില്ലാതെയാവും, അതാണ് ഇനി ഉണ്ടാവാൻ പോകണമെന്നൊക്കെ പറയും. ഈ പ്രശ്നം എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഊതി വീർപ്പിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് നമ്മുടെ റൂം കിട്ടും ശ്രുതി എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ ആയാൽ മതിയായിരുന്നു, എന്തായാലും അവരെന്നെ ഞാൻ അവിടെ സമാധാനത്തിൽ കിടക്കാൻ സമ്മതിക്കില്ല എന്നുകൊണ്ട് ശ്രുതി നേരെ മുകളിലേക്ക് കയറി പോവാണ്. എന്നിട്ട് വാതിൽ ചെന്ന് കൂട്ടുമ്പോൾ സച്ചി വാതിൽ തുറക്കും. അപ്പോൾ പറയും, എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ചാർജർ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ചാർജർ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിനെ വേഗം തള്ളി പുറത്താക്കിയിട്ട് സച്ചി വാതിലടിക്കുകയാണ്. അങ്ങനെ അടിയിലേക്ക് വന്ന ശ്രുതി വീണ്ടും പോവുകയാണ് മുകളിലേക്ക് കേട്ടോ. എന്നിട്ട് പറയും, എനിക്ക് എൻ്റെ തലോണം ഉണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ തലോണം എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ചവിട്ടി പുറത്താക്കുകയാണ്. അങ്ങനെ വീണ്ടും ശ്രുതി പറയും, ഞാൻ അവരെന്നെ അങ്ങനെ മനസ്സമാധാനത്തിൽ കെടുക്കാൻ സമ്മതിക്കില്ല എന്നിട്ട് വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി കുറേ പറയും, നീ എന്താ ശ്രുതി കാണിക്കണം, നീ ഒന്ന് നിൽക്ക് അടങ്ങ് എന്നിങ്ങനെ പറയും. അപ്പോൾ വീണ്ടും പോവാണ്. അപ്പോൾ വീണ്ടും വന്നത് കാണുമ്പോൾ സച്ചി അവിടെ ഉള്ളവരെ സാധനങ്ങളൊക്കെ ഒരു കിഴി പോലെ കെട്ടിയിട്ട് ശ്രുതിയുടെ തോളത്ത് വെച്ച് കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുകയാണ് കേട്ടോ. ഇനി നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ വിരൽ ഞാൻ പിടിച്ച് ഓടിക്കുന്നു പറയും. അപ്പോൾ അത് പേടിച്ചിട്ട് പിന്നെ ശ്രുതി പോകുന്നില്ല കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ അവിടെ കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. രേവതിയാണെങ്കിൽ അവിടെ നിലത്ത് പായ ഇടാണ്. അപ്പോൾ സച്ചി ചോദിക്കും, നീ എന്തായാലും നിലത്ത് പായ ഇടണേ ചോദിക്കും. എനിക്ക് നിലത്ത് കിടന്നാൽ ഉറക്കം വരുള്ളൂ പറയും. അപ്പോൾ ഇപ്പോൾ നമുക്ക് റൂം കിട്ടിയതല്ലേ, നിനക്ക് മുകളിൽ കയറി കിടന്നുകൂടെ ചോദിക്കുമ്പോൾ, ഇത് ശാശ്വതമല്ലല്ലോ, ഒരാഴ്ച പിന്നെ 2 ആഴ്ച നമ്മൾ വീണ്ടും പുറത്ത് എവിടെയെങ്കിലും കിടക്കണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെക്കാട്ടി നല്ലത് നിലത്ത് തന്നെ കിടക്കണ്ടല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, എന്നാൽ നീ നിലത്ത് കിടക്കുകയാണെങ്കിൽ ഞാനും നിലത്ത് കിടക്കുകയാണ്, പിന്നെ ഞാൻ ഇതിന് മുകളിൽ കിടക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നിനക്ക് എന്താ പൂവിൻ്റെ മണമാണ്, ആ മണത്തോട് കൂടി കിടക്കേണ്ടതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.